ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവവചനത്തിൻ്റെ തീമഴ എന്ന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹെബ്രായർ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വചനം. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതയിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിവില്ലാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പുരോഹിതൻ, അതായത് ദൈവപുത്രനായ യേശുക്രിസ്തു നമുക്കുണ്ട് എന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ കർത്താവിൻ്റെ പ്രത്യേകത നമ്മുടെ ബലഹീനതയിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല. എല്ലാ കാര്യങ്ങളും നമ്മളെപ്പോലെ തന്നെ അവൻ പീഡ സഹിച്ചവനാണ്. അവൻ ശക്തമായ സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ ഒക്കെ ആ പ്രലോഭനങ്ങൾ ഏറ്റവനാണ്. അതാണ് മരുഭൂമിയിലെ പ്രലോഭനം, 40 ദിവസത്തെ പ്രലോഭനമൊക്കെ കാണുന്നത്. കർത്താവിൻ്റെ ജീവിതകാലം മുഴുവൻ കഠിനമായ പരീക്ഷണങ്ങളും വേദനകളും ഒക്കെ ആയിരുന്നു. കർത്താവ് യേശുക്രിസ്തുവിന് ജനിച്ചു വീഴാൻ ഒരു വീട് പോലും കിട്ടിയില്ല എന്നുള്ളതാണ്. വളരെ ചെറിയ വീട്ടിൽ വളരെ നിസ്സാരനായിട്ട് ജീവിച്ചു, തച്ചൻ്റെ മകനായിട്ട് ജീവിച്ചു വളർന്നു. എന്നാൽ ജീവിതത്തിലുടനീളം സഹനങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഒറ്റപ്പെടലുകളും കൂടെ നിന്നവർ തള്ളിക്കളഞ്ഞു. എല്ലാ വഴികളിലും ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥ, ഒറ്റയ്ക്ക് മാറുന്നത്. അത് തൻ്റെ പീഡാസഹനത്തിൻ്റെ സമയത്ത് എല്ലാവരും തന്നെ ഉപേക്ഷിച്ച് പോയതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹെബ്രായ പുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ യേശു ക്രിസ്തുവിന് നമ്മുടെ വേദനകളും നൊമ്പരങ്ങളും ബുദ്ധിമുട്ടുകളും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മോടൊത്ത് സഹതപിക്കാൻ ഇവന് കഴിയും. നമ്മുടെ വേദന എത്ര വലുതാണേലും, നമ്മുടെ തകർച്ച എത്ര വലുതാണേലും, നമ്മൾ എത്ര ഒറ്റപ്പെട്ടു പോയാലും അത് മുഴുവൻ മനസ്സിലാക്കാൻ ഈ കർത്താവിന് കഴിയും. ഒരുപക്ഷെ മനുഷ്യർക്ക് നമ്മുടെ വേദനകൾ മനസ്സിലാക്കാൻ കഴിയില്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ ഈ യേശു ക്രിസ്തുവിന് നമ്മുടെ വേദനകളും നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഈ വചനം പറയുന്നത്. അതുകൊണ്ട് തന്നെ 16-ാം വചനം പറയാം, അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ ഈ കൃപാവരത്തിൻ്റെ സിംഹാസനത്തിനെ എപ്പോൾ വേണമെങ്കിലും സമീപിക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപത്തിലും വേദനയിലും ഒക്കെ ആണെങ്കിലും, നമ്മൾ രോഗത്തിലും കടബാധ്യതയിലാണെങ്കിലും, തകർന്ന അവസ്ഥയിലാണെങ്കിലും, ഒറ്റപ്പെട്ട അവസ്ഥയിലാണെങ്കിലും, എല്ലാം കൈവിട്ടുപോയ അവസ്ഥയിലാണെങ്കിലും, ഇനി മാരക പാപത്തിൻ്റെ അടിമത്തിലാണെങ്കിൽ പോലും ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരിക. ഈ യേശു ക്രിസ്തുവിനെ നമ്മളെ മനസ്സിലാക്കാൻ പറ്റും. അവനാണ് കാണാതെ പോയ ആടിനെ തെരഞ്ഞു പിടിച്ച് കണ്ടുവന്ന് വന്നാൽ അവന് മാത്രമേ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്കും പൂർണ്ണമായിട്ടും കർത്താവിൽ ആശ്രയിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രത്യാശയോടെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. തമ്പുരാന്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം എന്നേക്കും. ആമേൻ.